സൈലം ബാങ്കിങ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ബാങ്ക് റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. ഇപ്രാവശ്യത്തെ ബാങ്ക് എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറെ ആസ്പിറൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് സൈലം ബാങ്കിങ്ങിന്റെ റെഗുലർ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. സോ ഒട്ടും വൈകിക്കേണ്ട, ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ റെഗുലർ ബാച്ചിന്റെ കാര്യം. ഓൾറെഡി എന്റെ കുട്ടികൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. സോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ എന്താണ്. റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അതിനെ തുടർന്ന് വരുന്ന ഗ്രൂപ്പ് ഡിസ്കഷനിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹെൽപ്പ് ലഭിക്കുന്നതാണ്. സോ പ്രിലിംസ് ആദ്യം നമ്മുടെ ബാച്ചിൽ ചെയ്യാനായിട്ട് പോകുന്ന എന്താണ്, നിങ്ങളുടെ പ്രിലിംസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ആദ്യ കടമ്പ കടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പരിശീലനവുമാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം PO ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. സോ ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോ നമുക്ക് ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഹെൽപ്പും ഉണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്ന ഹെൽപ്പും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ റെഗുലർ ബാച്ച് ആയതുകൊണ്ട് തന്നെ 500+ hours ഓഫ് ലൈവ് ക്ലാസ് ആണ് ഈ ബാച്ച് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. 2 hours പെർ ഡേ 2 hours ആണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അത് മിനിമം അവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 hours കൂടുതൽ ആവാനേ വഴിയുള്ളൂ. നെക്സ്റ്റ് വീക്ക്ലി 5 to 6 days ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. സോ ഇത്രയും അവേഴ്സ് എടുത്തുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ആദ്യം ബേസ് സെറ്റ് ആക്കുകയും അതിനുശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ക്വാണ്ട്, റീസണിങ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകൾ ഏറ്റവും സെറ്റ് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പഠിക്കുന്ന രീതിയിലല്ല ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അല്ലെ. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും നോർമൽ എക്സാംസിന് എനിക്ക് നല്ല മാർക്ക് വരുന്നുണ്ട്, പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആവുമ്പോഴത്തേക്കും എനിക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നല്ലേ. സോ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലുമുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. സോ ഇങ്ങനത്തെ മിസ്റ്റേക്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ബാങ്ക് റെഗുലർ ബാച്ചിലേക്ക്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആദ്യം ബേസ് സെറ്റ് ആക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ടൈം മാനേജ്മെന്റ് സെറ്റ് ആക്കുകയും അതുവഴി വളരെ പെട്ടെന്ന് തന്നെ എഫിഷ്യന്റ് ആയി ക്വസ്റ്റ്യൻസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിന്റെ പ്രത്യേകത. കാരണം മറ്റു ബാച്ചുകളെ പോലെയല്ല, റെഗുലർ ബാച്ച് ആവുമ്പോൾ നമുക്ക് കുറേ അധികം സമയം ലഭിക്കുന്നതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നമ്മുടെ കൂടെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒറ്റ സിലബസ് പഠിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷകൾ എഴുതാൻ പറ്റുന്ന 20ൽ പരം എക്സാംസ് എഴുതാൻ പറ്റുന്നതാണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഒരു വർഷം നിങ്ങൾ മനസ്സിരുത്തി പഠിക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി വാങ്ങി തരുന്ന കാര്യം നമ്മൾ ഏറ്റുവെന്ന് നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സെക്ടറാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ജോയിൻ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് എഡ്യൂക്കേറ്റേഴ്സിന്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ റീസണിങ് എടുക്കുന്നത് നമ്മുടെ അഞ്ജു മിസ് ആണ്. ഇനി ഇംഗ്ലീഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് രേവതി മിസ് ആണ് എടുക്കുന്നത്. കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ മാത്സ് എടുത്തു തരുന്നതിനായിട്ട് നമുക്ക് 2 സാറുമാരാണുള്ളത്. ഇവർ 2 പേരും ചേർന്ന് അഡ്വാൻസ്ഡും മാത്തമാറ്റിക്കും ഒക്കെ നമുക്ക് സെറ്റ് ആക്കി തരുന്നതാണ്. നമ്മുടെ ക്വാണ്ട് എടുക്കാനായിട്ട് നമ്മുടെ നിഖിൽ സാറും ഉണ്ട്. അടുത്തതാണ് നമ്മുടെ ഹരികൃഷ്ണൻ സാറുമാണുള്ളത്. സോ ഈ 2 സാറുമാരുമാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. ഏറ്റവും എഫിഷ്യന്റ് ആയി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് സൈലം ബാങ്കിങ്ങിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ എക്സാം ഫോക്കസ്ഡ് ആയി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അതുകൂടാതെ തന്നെ ഫാക്കൽറ്റീസിന്റെ കാര്യം ഞാൻ ഇനി എടുത്തു പറയുന്നില്ല. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കുക. മോസ്റ്റ്ലി ലൈവ് ക്ലാസ്സുകൾ തന്നെയായിരിക്കും ബാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക കേട്ടോ. സോ എല്ലാ ക്വസ്റ്റ്യൻസും ടൈമറിന്റെ ഹെൽപ്പോട് കൂടി ഇപ്പൊ മാത്സ് ആൻഡ് റീസണിങ് പോലെയുള്ള സബ്ജക്റ്റുകൾ ആദ്യം നമ്മൾ പഠിക്കുകയും
കുറേയധികം പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കുകയും അതിനുശേഷം ടൈമറിന്റെ ഹെൽപ്പോടുകൂടി ടൈം മാനേജ്മെന്റും കൂടിയും സെറ്റ് ആക്കിയിട്ടാണ് നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് നമ്മൾ വിടുന്നത്. സോ പിന്നെ അത് കൂടാതെ തന്നെ PDF ആയിട്ടായിരിക്കും നോട്ടുകൾ ഉണ്ടായിരിക്കുക. പിന്നെ ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഡെയിലി ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അത് കൂടാതെ തന്നെ DPPs, കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് എക്സാമിന് ഹെൽപ്പ് ചെയ്യും അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷൻ, ഇതാണ് ഞാൻ പറഞ്ഞത്, ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈമർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളൊരു ലെവലിലേക്ക് എത്തിയതിനു ശേഷം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ലെവലിലേക്ക് എത്തി എല്ലാവരും സെറ്റ് ആയാൽ ടൈമർ വെച്ച് വളരെ ഫാസ്റ്റ് ആയി നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് സെറ്റ് ആക്കുക എന്നുള്ളതും നമ്മുടെ ബാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ ഓരോ ഫാക്കൽറ്റീസും അവരുടെ സബ്ജക്റ്റിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ 2026 ഒരു ബാങ്ക് ജോലി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കൃത്യമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അത് അതേപോലെ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ 2026 ഒരു ബാങ്ക് ജോലി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം പൂവണിയിക്കാൻ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 9,999 മാത്രമാണ്. ഓഫർ പ്രൈസിൽ ഇപ്പോൾ 9,999 റുപ്പീസിന് നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ്. സോ അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺ ആണ്. 8714418777 എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. സോ ഓർഎൽസ് നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഓർഎൽസ് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. സോ ആദ്യം മുതലേ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് നേടാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യം തന്നെ ഈ വർഷം ഞാനൊരു ബാങ്കിൽ ജോലി നേടിയിരിക്കും എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 2026 നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾ നേടും എന്നുള്ള വിശ്വാസത്തിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. സോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിനെ പറ്റി പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുക്കാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ, സീ യു.